വരുമ്പോ ചെയ്യത്. നിങ്ങളുടെ കയ്യിൽ ആശയം ഉണ്ടെങ്കിൽ തന്നോളൂ. നോക്കുക. അപ്പൊ ഇതാ ഇത് രണ്ടും തമ്മിൽ കൂട്ടിയാലും 180, ഇത് രണ്ടും തമ്മിൽ കൂട്ടിയാലും 180 കിട്ടും. അങ്ങനെയാണ് 360 കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഞാൻ ഇവിടെ ഒരു സാധനം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കാം. ഇവിടെ ഇതാക്കണ്ട 360. ഓക്കെ, ഇങ്ങനെ എഴുതി ചേർത്തു. അപ്പൊ ഇതിന്ന് അപ്പൊ ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി ഞാൻ ചെയ്യാട്ടാ. അല്ല 360 അല്ലേ, എത്രയാ 180 അല്ലേ? ആദ്യം ചെയ്യാം. നന്നാവുക. പിന്നെ ഞാൻ ആ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതില് നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. അത് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നോക്കാം. ആദ്യം ഇങ്ങനെ ചെയ്യാം. ഇതല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണത് എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 2d പ്ലസ് 150 എന്താകുന്നു? 360 ആകുന്നു. ശരിയല്ലേ? ഇനി ഇങ്ങനെ തന്നെയാണ് ചെയ്യാം. therefore x പ്ലസ് ഏതൊക്കെയാ 150 ഈക്വൽ എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 2d. അത് ഇതിന്റെ പകുതിയാവും. എത്രയാ? 180 ആവും അല്ലേ? ആരും കൂടി കൂട്ടിയാൽ 150 ആണെങ്കിൽ രണ്ടെണ്ണം കൂട്ടുന്നതിന് തുല്യമാണെങ്കിൽ 150 വീതാവണ്ടേ? അപ്പോ എക്സ് പ്ലസ് 150 എന്തായി? 180 ആയി. അപ്പൊ എക്സ് എത്ര എന്ന് കിട്ടി? 180 മൈനസ് 150 30. ഇത് കിട്ടിണ്ടാ? 30 കിട്ടിണ്ടാ? ഓക്കെ. അപ്പൊ ഇനി വീണ്ടും ഇത് കൂട്ടിയാൽ ഇനി എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 2d അത് എത്രയാ? 180. അതിൽ എക്സ് അതായത് 30 പ്ലസ് ഡി പ്ലസ് 30 പ്ലസ് 2d സമം 180. അപ്പൊ 2d 1d അപ്പൊ 3d 30 60 ഈക്വൽ ടു 180. അപ്പൊ 3d 180 മൈനസ് 60 എത്ര വരും? 120 അല്ലേ? കാണാല്ലേ? 120. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഡി എന്താകുന്നു? 120/3 ഈക്വൽ ടു 40. ശരിയല്ലേ? അപ്പൊ ആംഗിൾസ് എത്രയാന്ന് ചോദിച്ചാൽ എക്സ് എത്ര? 30 40. അപ്പൊ എത്ര വന്നു? 70. വീണ്ടും 110, വീണ്ടും 150. ശരിയല്ലേ? 150 ആണ് ആൻസർ. ഞാൻ വേറൊരു രീതി കൂടി ഉണ്ട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതുകൊണ്ട് നോക്കി നോക്കട്ടാ. അത് കൊടിയില്ലേ? ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ചെയ്യുമ്പോ ശ്രദ്ധിക്കുക. ചതുർഭുജം ഞാൻ വരച്ചു. ഞാനിതില് ചേട്ടാ എക്സ് മൈനസ് ഡി എടുത്തു. അതായത് എക്സ് എടുത്തു. പിന്നെ അടുത്തത് എക്സ് മൈനസ് ഡി, എക്സ് പ്ലസ് ഡി എടുത്തു. അതിനുവേണ്ടി ചെറുത് എക്സ് മൈനസ് ഡി എടുത്തു. അപ്പൊ നോക്കിയ ഓർഡർ നോക്കിയേ. ഇത് എക്സ് മൈനസ് ഡി, ഇത് എക്സ്. അപ്പൊ ഇത് ഓർഡറിലല്ലേ? ഇത് സമാന്തര ശ്രേണിയിലല്ലേ? ഇത് എക്സ് മൈനസ് ഡി, ഇത് എക്സ് പ്ലസ് ഡി. ഇനി അടുത്ത് വേണമെങ്കിൽ ഏറ്റവും വലുത് എന്നുള്ള നിലയ്ക്ക് എക്സ് പ്ലസ് 2d എടുക്കാം. അതായത് 150. ഇങ്ങനെ എടുത്തൂടെ? അങ്ങനെ എടുത്തു. ഇവിടെ നമ്മള് ഇത് കൂട്ടുന്നതിന് പകരം ഇതെല്ലാം കൂടി കൂട്ടുകയാണ്. അതായത് ഏതൊക്കെ? എക്സ് പ്ലസ് എക്സ് ഇവിടെ നിന്ന് എടുത്തു, ചെറുതെന്ന് എടുത്തുട്ടാ. എക്സ് മൈനസ് ഡി പ്ലസ് എക്സ് പ്ലസ് ഡി പ്ലസ് 150 ഈക്വൽ ടു 360. ഇങ്ങനെ എടുക്കാലോ? ഇങ്ങനെ എടുത്തൂടെ?
ഇങ്ങനെ എടുക്കുമ്പോ ശ്രദ്ധിക്കുക, ഈ ഡിയും ഡിയും വെട്ടിപ്പോയി. ഇത് മൈനസ് ഡി, ഇത് പ്ലസ് ഡി. അപ്പൊ അത് പോയില്ലേ? അപ്പൊ എക്സ് മാത്രമായി. 1 2 3 3x പ്ലസ് 150 എത്രയായി? 360 ആയി. അപ്പൊ 3x എന്തായി? 360 മൈനസ് 150 ആയി. 0 1 2 210 3x. അപ്പൊ എക്സ് എത്ര കിട്ടി? 210/3 സമയം എത്ര? 70 കിട്ടി. കണ്ടോ? എക്സിന്റെ വില നേരിട്ട് കിട്ടിയത് കണ്ടോ? എക്സിന്റെ വില നേരിട്ട് 70 കിട്ടി. എക്സിന്റെ വില വെച്ചിങ്ങനെ രണ്ടാമത്തെ ഉണ്ടോ? അതേത് കേൾക്കണ്ട? ചെറുത് കിട്ടണമെങ്കിൽ അതിൽ ഡി കുറയ്ക്കണം. അപ്പൊ ഇനി ഡി കാണണം. ഡി കാണാൻ ഇതാ ഇവിടെ ഒരു സംഗതി ഉണ്ട്. എക്സ് പ്ലസ് 2d അല്ലേ 150. അത് വെച്ച് ചെയ്താൽ പോരെ? അതായത് 70 പ്ലസ് 2d സമം 150. 2d എന്താ? 150 മൈനസ് 70 സമം 80. 2d എന്ന് പറയുന്നത് 80. അപ്പൊ ഡി എന്താ? 80/2 സമയം എത്ര? 40. ഡി 40 കിട്ടി. ശരിയല്ലേ? അപ്പൊ ശ്രേണി എഴുതുമ്പോ ഏറ്റവും ചെറുത് എഴുതുമ്പോ നോക്കൂ, 70 മൈനസ് 40, പിന്നെ 70, പിന്നെ 70 പ്ലസ് 40, പിന്നെ 150. അപ്പൊ 30 70 100 എത്രയാ? 110 പിന്നെ 150. കണ്ട? ഇങ്ങനെയും ചെയ്യാന്ന്. അതായത് നമ്മളൊരു ശ്രേണി എഴുതുമ്പോഴേ ആ ഡീനെ ഒഴിവാക്കാനുള്ള ഒരു സൂത്രമാണ്. ഒരു ടേം എക്സ് ആയിട്ട് എടുത്തിട്ട് അതിന്റെ മുന്നിലത്തത് എക്സ് പ്ലസ് ഡിയും പിന്നിലത്തത് എക്സ് മൈനസ് ഡിയും എടുക്കുക. അപ്പൊ ഡി അങ്ങോട്ട് പോയി കിട്ടും. കേൾക്കണ്ട? ഒരു ടെക്നിക്കാണ് ഡി ഡീനെ നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ ഡിയും കൊണ്ട് നടന്നു കുറെ നേരം. കണ്ട? അപ്പൊ ആ ഡീനെ ഒഴിവാക്കാനുള്ള ഒരു സൂത്രമാണ്. അപ്പൊ ഇതിന് വന്നില്ല എന്നാലും പറയണം, ചില കണക്കിൽ നമുക്ക് അതിന് ഡീനെ പെട്ടെന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇടാം എന്നുള്ള ഒരു മാർഗമാണ്. ഫസ്റ്റ് ടേമൊക്കെ ചോദിച്ചോളൂ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ടേമൊക്കെ ചോദിച്ചോളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്യാം. നടുക്കിലത്തെ ടേമൊക്കെ ചോദിച്ചാൽ അങ്ങനെ ചെയ്യാറുണ്ട്. നടുക്കിലത്തെ ടേം, ഫസ്റ്റ് ടേം അല്ല, നടുക്കിലത്തെ ടേം. അപ്പൊ ഞാനതൊരു മെത്തേഡ് പറഞ്ഞു എന്ന് മാത്രം. ഇതന്നെ ചെയ്യണമെന്നൊന്നും ഇല്ലാട്ടാ. നിങ്ങൾക്ക് ഏതാ എളുപ്പം ഇങ്ങനെ ചെയ്യാം. ചെയ്തിട്ടുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവും ഉത്തരാരിക്കലും ഇങ്ങനെ ചെയ്തിട്ട്. അത് മതി. അപ്പൊ ഇത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് അയക്കാം അല്ലെ? മലയാളികള് നിങ്ങള് മലയാളത്തിൽ കിട്ടിയില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞോളൂ. അയ്യോ, ഇത് എത്രാമത്തെ? അടുത്ത ഹോംവർക്ക് അല്ലേ? Okay. What will be the remainder on dividing a term of sequence 3n plus 7 by its common difference? Simple ചോദ്യം. 3n plus 7 എന്ന് പറയുന്നതിനെ അതിന്റെ റിമൈൻഡർ എന്താണ്? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ് എന്നാണ് ചോദ്യം. എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയായിരിക്കും? +1. എങ്ങനെ കിട്ടിയത്? കോമൺ ഡിഫറൻസ് എങ്ങനെ കിട്ടി എന്നുള്ളത് അറിയില്ലേ? കോമൺ ഡിഫറൻസ് ഒറ്റ നോട്ടത്തിൽ കിട്ടും. എന്നിന്റെ ഒപ്പമുള്ള സംഖ്യയാണ് കോമൺ ഡിഫറൻസ്. അപ്പൊ 3 കൊണ്ട് 3n + 7 ഡിവൈഡ് ചെയ്താൽ അതിനെ ഡിവൈഡ് ചെയ്യാൻ 3n + 7 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ
അതായത് 3n/3 + 7/3. അതായത് ഇത് അപ്പൊ കട്ടായി പോയി n. ഇതിലാണ് റിമൈൻഡർ വരിക. ഇതിൽ എത്രയാ റിമൈൻഡർ? ഇവിടെ റിമൈൻഡർ ഇല്ല, ഇതിലല്ലേ റിമൈൻഡർ വരണത്. എത്രയാ 6/1/3. ഈ ഒന്നാണ് അപ്പൊ റിമൈൻഡർ. ശരിയല്ലേ? 6/1/3. ഇനി ഇത് കോമൺ ഡിഫറൻസ് നമ്മൾ ഇത് മനസ്സിലായില്ലേ? കോമൺ ഡിഫറൻസ് എന്നിന്റെ മുൻപിൽ കിടക്കുന്ന സംഖ്യ, അതാണ് കോമൺ ഡിഫറൻസ്. അതായത് ഡി ഈസ് 3. അത് നേരിട്ട് എഴുതാം. ഇനി പെട്ടെന്ന് ഇത് മറന്നുപോയിന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ ആദ്യം ഒന്നാം പദം കാണും, x1 കാണും. അപ്പൊ എന്ത് വരും? 3 × 1 + 7, 3 + 7 10. ഇപ്പൊ എത്തണല്ലോ, നോക്ക. അപ്പൊ 10. x2 കൊടുത്താലോ? 3 × 2 + 7, 3 × 2 6, 13. അപ്പൊ കോമൺ ഡിഫറൻസ് എന്തായി? 3 അല്ലെ? 10 3 ആവാൻ 3 കേട്ടാ. അതാണ് കോമൺ ഡിഫറൻസ്. അപ്പൊ കോമൺ ഡിഫറൻസ് ഇങ്ങനെയൊന്നും കാണണ്ട, നേരിട്ട് നമ്മൾ കോമൺ ഡിഫറൻസ് എഴുതും. എന്താ? എക്സിന്റെ ഗുണോത്തരം, ദ കോഷ്യന്റ് ഓഫ് എക്സ് ആണ് കോമൺ ഡിഫറൻസ്. അപ്പൊ ആ പ്രോബ്ലംസ് കഴിഞ്ഞില്ലേ ഇന്നത്തെ? ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ പാഠത്തിലേക്ക് കിടക്കാം. കണ്ടാ, പാഠഭാഗത്ത് ചെയ്യാനുള്ളത് പേജ് നമ്പർ എത്രയാ ഒന്ന് പറഞ്ഞേ? 43 ആറാമത്തെ കണക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു തോന്നുന്നു അല്ലെ? ഏഴാമത്തെ ചെയ്യാം. ഓക്കെ, ഏഴാമത്തെ കണക്ക് നമ്മൾ കിടക്കുകയാണ്. ഏഴാമത്തെ കണക്ക് എന്താ? Prove that two circles drawn on the two equal sides of an isosceles triangle as diameters pass through the midpoint of the third side. എന്താ പറഞ്ഞത്? Two circles drawn on two equal sides of isosceles triangle. ഇങ്ങനൊരു ചോദ്യം ഉണ്ടോ നിങ്ങക്ക്? ഐസോസെൽ ട്രയാങ്കിൾ. അപ്പോ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ, മലയാളികൾ കേൾക്കുക, സമപാർശ്വ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ, അതായത് ഈ തുല്യമായ വശങ്ങൾ, രണ്ട് തുല്യമായ വശങ്ങളെ വ്യാസമാക്കി വരയ്ക്കുന്ന വൃത്തങ്ങൾ എന്താണ്? മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകുന്നു എന്നാണ് തെളിയിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇതൊന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് വരയ്ക്കാം അല്ലേ? ആരാ പറഞ്ഞുകൊണ്ട് വായിക്കുന്ന ആളാരാ? പറയുന്ന ആള് ആരാ? ആരാ വായിക്കുന്ന ആള്? വായിക്കുന്ന ആളാരാ? വായിച്ചോളൂ. മിടുക്കി. ഒരു മിനിറ്റ് കേട്ടാ, മാഷതൊന്ന് പ്രസന്റ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. പോവല്ലോ, എന്ത് പറ്റി? ഇതിലാണ്, ഇതില് പ്രസന്റ് ചെയ്തില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ശരി.
വായിച്ചോട്ടാ. ആ അപ്പൊ അവിടെ നിർത്തി നമ്മള് ഈക്വൽ സൈഡ്സ് ഓഫ് ഐസോസെൽ ട്രയാങ്കിൾ. അപ്പൊ ഐസോസെൽ ട്രയാങ്കിൾ ആദ്യം വരച്ചു. ഐസോസെൽ ട്രയാങ്കിൾ ആദ്യം വരച്ചു. ഞാൻ ഇത് കാണാനില്ലോ നിങ്ങൾക്ക്, ഞാൻ ഇവിടെ കാണിച്ചു തരാണ്ട, ഞാൻ ഇവിടെ വരയ്ക്കണ്ടൊപ്പം. നമ്മളിങ്ങനെ ചോദ്യം വായിച്ചിട്ട് വരയ്ക്കണം. അപ്പൊ നമുക്കിപ്പോ ഒന്നുകൂടി നന്നായി മനസ്സിലാവും ചോദ്യം. വെറുതെ വായിച്ചു പോവല്ല, ചോദ്യം ഇങ്ങനെ വായിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വരയ്ക്കുക. അപ്പൊ ഐസോസെൽ ട്രയാങ്കിൾ വരച്ചു. ഐസോസെൽ ട്രയാങ്കിൾസിന്റെ തുല്യമായ വശങ്ങൾ, ഇത് രണ്ടുമാണ് തുല്യമായ വശങ്ങൾ. ഈ രണ്ട് വശങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ വരയ്ക്കുന്ന സർക്കിൾ കണ്ടാ, ഇങ്ങനെ ഒരു സർക്കിൾ. അതുപോലെ ഇതാ കണ്ടാ, ഇതാ കണ്ടാ. ഓക്കെ, അപ്പൊ പ്രൂവ് ചെയ്യേണ്ടത് ഇത് സർക്കിൾസ്. പറയൂ, ഇനി പറഞ്ഞു. തേർഡ് സൈഡിന്റെ ഒരു പോയിന്റിലൂടെ അത് കടന്നു പോകും. അപ്പൊ അതാ കണ്ട, ഇത് മിഡ് പോയിന്റ് ഓഫ് തേർഡ് സൈഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് മിഡ് പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോ ഞാൻ ഇപ്പൊ ഈ വര വരച്ചില്ലേ, ഈ വര വരച്ചോട് കൂടിയിട്ട് തെളിയിക്കൽ കഴിഞ്ഞു. തെളിയിച്ചു കഴിഞ്ഞു. അത് ഇതിലേക്ക് ഞങ്ങളൊരു വര വരച്ചല്ലോ. ഈ വര വരച്ചപ്പോ ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ വരയ്ക്കാം എന്തായാലും, അല്ലെങ്കിൽ ഓരോ സർക്കിൾ വരയ്ക്കണം. ഓരോ സർക്കിൾ വരയ്ക്കാം. നോക്കിയേ, ഐസോസെൽ ട്രയാങ്കിൾ വരച്ചോട്ടാ. ഇത് രണ്ട് ഈക്വൽ ആണ്. എന്നിട്ട് ഇങ്ങനെ വരച്ചു കാണാൻ മനസ്സിലാവണ്ടോ? കുറെ ആൾക്കാർ മിണ്ടാണ്ടിരിക്കണ്ടാ. മനസ്സിലാവാത്ത ആൾക്കാർ വല്ലതും മനസ്സിലാവണില്ലെങ്കിൽ ചോദിക്കണട്ടാ, എന്നോട് വായ തുറന്ന് ചോദിക്കണട്ടാ. എനിക്കിനും പാട്ട് പാടാൻ വയ്യ. നോക്കുക, ഇങ്ങനെ വരച്ചു. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെയും വരച്ചു. അപ്പൊ അതിവിടെ ഇങ്ങനെ മുറിഞ്ഞല്ലോ, ഇതിനെ കട്ട് ചെയ്തല്ലോ. ഇത് ഡയാമീറ്റർ ആണ്. ഓക്കെ, ഇത് ഡയാമീറ്റർ ആണ്. കണ്ടാ, ഈ സർക്കിൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തു. ഈ കട്ട് ചെയ്ത ഈ പോയിന്റിലേക്ക് ഞാൻ ഒരു വരയെ വരച്ചു. വരയെ വരച്ചാൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? അതെങ്ങനെയാ 90 ആണെന്ന് മനസ്സിലായത്? അതന്നെ. അപ്പൊ ഇത് നമ്മൾ പേര് കൊടുക്കണം, ABC എന്ന് പേര് കൊടുത്തിട്ട് ഇത് P എന്ന് കൊടുത്താൽ നമുക്ക് പറയാം ആംഗിൾ. ഈ ചിത്രം വരച്ചിട്ട് കാണിച്ചു കൊടുത്താൽ മതി. ആംഗിൾ APC ഈക്വൽ ടു 90. എന്താ കാരണം? എന്താ? ആംഗിൾ ഇൻ സെമി സർക്കിൾ. ആംഗിൾ ഇൻ സെമി സർക്കിൾ, അതാണ് കാരണം. ശരിയല്ലേ? ശരിയല്ലേ? ഇനി ഇതേപോലെ അപ്പുറത്തൊന്നും നമ്മൾ വരയ്ക്കുന്ന ചിത്രം, അത് വേണമെങ്കിൽ സെപ്പറേറ്റ്. ഞാൻ ഇങ്ങനെ രണ്ട് ചിത്രം വരയ്ക്കുന്നത് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാ. ഒരു ചിത്രത്തിൽ വരച്ചാൽ മതി ഇത് ശരിക്കും. പക്ഷെ ഞാൻ അത് രണ്ട് ചിത്രമാക്കിയിട്ടാണ് വരയ്ക്കും. ഇത് സംശയം വേണ്ട. അതാ ഇങ്ങനെ വരച്ചു. ഇതാ ഇവിടെ വരച്ചു. ഇതും ABC. എന്നിട്ട് ഇങ്ങനെ വരച്ചു. കേട്ടാ? അപ്പൊ ഇവിടെ ഈ മുട്ടുന്ന ബിന്ദു തൽക്കാലം നേരത്തെ ഇവിടെ മുട്ടിയപ്പോ P എന്ന് കൊടുത്തു. ഇവിടെ മുട്ടുന്നത് ഞാൻ വേറൊരു വില കൊടുത്തു, Q എന്ന് കൊടുത്തു. എന്നിട്ട് Qയിലേക്ക് ഞാൻ വരച്ചു. ശരിയല്ലേ? ഇതും നമുക്ക് പറയാം ആംഗിൾ ഏതാ? BQC 90. കാരണം ആംഗിൾ ഇൻ സെമി സർക്കിൾ. ഇനി നോക്കൂ, ഇത് പെർപെൻഡിക്കുലർ ആണ് ഇത് രണ്ടും, അല്ലെ? അതായത് CP ആൻഡ് CQ ആർ പെർപെൻഡിക്കുലേഴ്സ്, അല്ലെ? പെർപെൻഡിക്കുലേഴ്സ് അല്ലെ? CPയും CQവും ഒരു ത്രികോണത്തിന്റെ ഒരു ഐസോസെൽ ട്രയാങ്കിളിന്റെ
ഒരു ഐസോസെൽ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലറാണ്. ഒരു ഐസോസെൽ ട്രയാങ്കിളിന് എത്ര പെർപെൻഡിക്കുലർ വരയ്ക്കാം? എത്രണ്ണം വരയ്ക്കാം? ഒരെണ്ണം തന്നെയല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ അവിടെ പിയും ക്യൂ ഒക്കെ സെയിം ആണ്, ഒരു പോയിന്റ് ആണ്. അതിന്റെ അർത്ഥം പി ആൻഡ് ക്യു ആർ അല്ലെങ്കിൽ പി ആൻഡ് ബോത്ത് പി ആൻഡ് ക്യു ആർ സെയിം പോയിന്റ്, അല്ലെങ്കിൽ ബോത്ത് പി ആൻഡ് ക്യൂ ഡിനോട്ട് സെയിം പോയിന്റ്. ഒരേ പോയിന്റ് ആണ്. കഴിഞ്ഞു, കണക്ക് കഴിഞ്ഞപ്പോ മനസ്സിലായില്ലേ? ഇനിയും അത് ദ മിഡ് പോയിന്റ് ഓഫ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ പെർപെൻഡിക്കുലർ. ശരിക്കും ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ ആ വാചകം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാട്ടാ. ഇത് പെർപെൻഡിക്കുലർ ആണല്ലോ, ഇത് ഐസോസെൽ ആണല്ലോ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് പറയാം പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഫ്രം ദ വെർട്ടൈസ് ഓഫ് ഇതാണ് നോൺ ഈക്വൽ വെർട്ടൈസ് ഓഫ് എൻ isosceles triangle to the third side. The perpendicular bisector from the non-equal vertex of an isosceles triangle to the third side bisect. അല്ലെങ്കിൽ meet the midpoint of third side. അങ്ങനെ പറയാം നമുക്ക്. എന്താ കുഴപ്പം? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. കാരണം ഇതും ഈക്വൽ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ പെർപെൻഡിക്കുലർ വരച്ചാൽ അത് മിഡ് പോയിന്റിലാണ് വരിക. പഠിച്ചിട്ടുള്ളതല്ലേ? ഇനി അല്ലെങ്കിൽ ഇതിന്റെ ഈ ആംഗിൾ ബൈസെക്ടർ പെർപെൻഡിക്കുലർ ആയിരിക്കും. എങ്ങനെ വേണമെങ്കിലും പറയാം. ആംഗിൾ ബൈസെക്ടർ പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആംഗിൾ ബൈസെക്ടർ ആണ്. അതുപോലെ ഇത് മിഡ് പോയിന്റിൽ വന്ന് മുട്ടും. ഒപ്പം തന്നെ അതാണ് ഇനി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നു. മനസ്സിലായോ? ആംഗിളും ബൈസെക്ട് ചെയ്യുന്നു, അതേപോലെ ഓപ്പോസിറ്റ് സൈഡിനെയും ബൈസെക്ട് ചെയ്യുന്നു. ഇത് അറിയണ കാര്യമാണ് നമുക്ക്. പക്ഷെ നമുക്ക് ഇനി അത് വേണമെന്നില്ല. അതാ ഇങ്ങനെ രണ്ടെണ്ണായിക്ക് ഒന്നുകൂടി ക്ലാരിറ്റി വന്നോളൂ. മറ്റേതാവുമ്പോ പറയുമ്പോ ചില ആൾക്കാർക്ക് പെട്ടെന്ന് കയറില്ല, വരയ്ക്കുമ്പോ കയറും. ഇതിപ്പോ വരച്ചപ്പോ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ അതായത് ഞാൻ വരച്ചിട്ട് തന്നെ ഞാൻ രണ്ടായിട്ട് തന്നെ വരച്ചിട്ട് പറയണം കേട്ടോ. അപ്പോ സി പി ആൻഡ് സി ക്യു ആർ പെർപെൻഡിക്കുലേഴ്സ്. Perpendiculars in same isosceles triangle. Therefore, P and Q are same. P and Q are same. And the midpoint of AB. ABയുടെ എന്താകുന്നു? മിഡ് പോയിന്റ് ആകും. അപ്പൊ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യല്ലേ? ഇപ്പൊ ചെയ്തിട്ട് അടുത്ത് പറയാം. മീഡിയം. ഓക്കെ. അപ്പൊ അതൊന്ന് എങ്ങനെയാ ആ ചിത്രം വരച്ചുള്ളത്? With the sides of rhombus as diameters pass through common point. അതായത് ആ ചിത്രത്തില് ഒരു റോംബസ് ആണ് വരച്ചിരിക്കുന്നത്. റോംബസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ക്വാഡ്രിലേറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റോംബസ്. ശരിയല്ലേ? അതിനെയാണ് റോംബസ്. ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. അങ്ങനെ ആയിട്ടുള്ള ക്വാഡ്രിലേറ്ററൽ അതിനെയാണ് റോംബസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ സ്ക്വയർ അല്ല, ഇങ്ങനെ ചെരിവുള്ളതാണ്. ഇത് കറക്റ്റ് 90 ആയി കഴിഞ്ഞാൽ എന്തായി? സ്ക്വയർ ആയി. ഇവിടെ പറയുന്നത് ഇതിന്റെ എല്ലാ സൈഡിനെയും എന്താ പറയണത്? ഡയാമീറ്റർ ആക്കിയിട്ട് സർക്കിൾ വരച്ചു. ഓ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. റോംബസിന്റെ ഗുണങ്ങൾ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് ആംഗിൾ സൈഡ്സ് ആർ പാരലൽ. പിന്നെ അത് കൂടാതെ എന്താ? ഇതിന്റെ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. അവിടെ അതാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഒറ്റവാചകം. അതായത് ഇത് വേറെ ഒന്നല്ല. ഇത് ഞാൻ ആദ്യം ചോദ്യം വരയ്ക്കാം. ചോദ്യം ഇവർ കാണിക്കുമ്പോ
ശ്രദ്ധിക്കുക. എന്താ ഇങ്ങനെ പോകുന്നു. ഓക്കെ, അതേപോലെ ഇങ്ങനെ പോകുന്നു. അതേപോലെ ഇതെല്ലാം ഒരു പോയിന്റിലൂടെ വരുന്ന പറയണത്. ശരിയല്ലേ? നമുക്കിത് തെളിയിക്കാൻ ഇതിന്റെ ഒരൊറ്റ നിയമം മാത്രം മതി. അതായത് റോംബസ് ഞാൻ വരച്ചു. ഇതാ റോംബസ്. റോംബസിന്റെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നമ്മള്, ഈ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. കണ്ടാ, ഇത് രണ്ട് ഈക്വൽ ആണ്. അതേപോലെ ഒരു റൂളും കൂടി ഉണ്ട് ഇതിന്. എന്താ? ഇതിന്റെ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്ന് വെച്ചാൽ 90 ഡിഗ്രിയിൽ അങ്ങോട്ട് കട്ട് ചെയ്യണമെന്ന് അർത്ഥം. അപ്പൊ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ കേൾക്കണ്ട. അപ്പൊ ഞാൻ ഇതിന് പേരിട്ടു ABCD. ഈ കൂട്ടിമുട്ടുന്ന ബിന്ദുവിന് ഓന്നും പേരിട്ടു. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ 90 ഡിഗ്രി ആണെങ്കിൽ കേട്ടാ, ട്രയാങ്കിൾ AOB 90 ആണെങ്കിൽ, AOB എന്ന് പറയുന്ന ആംഗിൾ 90 ആണെങ്കിൽ AB ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിൾ ഏതിലൂടെ പോവാ? സെന്ററിലൂടെ എന്ന് പറഞ്ഞാൽ ഏതിലൂടെ? അതിന്റെ പേരെന്താ? ഇതിലൂടെ പോവും. അതേപോലെ തന്നെ BCയും DCയും ADയും ഒക്കെ ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളൊക്കെ ഓയിലൂടെ അല്ലേ പോവാ? കഴിഞ്ഞു. അത്ര ഉള്ളൂ അതിന്റെ തെളിവ്. മനസ്സിലായില്ലേ? ഇതിന്റെ ആംഗിൾസ് എല്ലാം 90 ആണ്. അപ്പൊ ആ നിയമം നമുക്കറിയാം. അതായത് നമ്മളിവിടെ എഴുതുന്ന ആ കാര്യം എന്താ? ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ perpendicular bisectors അല്ലേ? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ മീറ്റ് ആൻഡ് കട്ട് എന്താ അറ്റ് മിഡ് പോയിന്റ് ആൻഡ് 90 ഡിഗ്രി എന്നർത്ഥം. മധ്യബിന്ദുവിൽ വെച്ച് 90 ഡിഗ്രിയിൽ പരസ്പരം കട്ട് ചെയ്യുന്നു എന്നർത്ഥം. അതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. മലയാളികൾ എഴുതുമ്പോൾ എഴുതുക, ഇതിന്റെ വികരണങ്ങൾ പരസ്പര ലംബ സമഭാജികളാണ്. കേൾക്കണ്ട? സാമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പര ലംബ സമഭാജികളാണ്. അങ്ങനെ ഒരു വാചകം നമ്മൾ എഴുതും. ഞാൻ ഇവിടെ എഴുതണ മലയാളികൾ മനസ്സിലായ? എന്തെഴുതുക? സാമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം ലംബ സമഭാജികളാണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സിൽ. അപ്പൊ നമ്മൾ അത് അങ്ങനെ എഴുതുന്നു. ആയതുകൊണ്ട് അപ്പൊ therefore നമ്മൾ ഇതിന് പേരൊക്കെ ഇട്ട് കൊടുത്തു. therefore when we draw a circle by taking AB കണ്ടാ, AB and AB comma എല്ലാം അതുകൊണ്ട് ഒരുമിച്ചാ പറയല്ലേ? ബൈ ടേക്കിംഗ് AB or AB or BC or DC or AD as diameter. അല്ലെങ്കിൽ AB ഓർ വേണ്ട, കോമട്ട് എന്നിട്ട് ആൻഡ് എല്ലാത്തിനെയും എടുത്തു. ഏതെങ്കിലും ഒന്നിനെ ആക്കണ്ട, എല്ലാത്തിനെയും എടുത്തു. when we draw സർക്കിൾസ്, സർക്കിൾ എന്നുള്ളത് മാറ്റിയിട്ട് സർക്കിൾസ് എന്നാക്കി നമ്മൾ വരയ്ക്കുന്ന വൃത്തങ്ങൾ. when we draw circles by taking AB, BC, DC and AD as diameters, it will
ഗോ ത്രൂ ഓ അല്ലെ? അത് ഏതിലൂടെ കടന്നു പോകും? ഞാൻ പറയണത് കേൾക്കണ്ട? ഓ എന്താ കാരണം? കാരണം നമുക്കറിയാം എന്താ, ആംഗിൾ ഇൻ സെമി സർക്കിൾ ഈസ് 90. ആംഗിൾ ഇൻ സെമി, കാരണം ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി, ബിക്കോസ് ആംഗിൾ ഇൻ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അല്ലേ? അതന്നെ കാരണം. അപ്പോ മലയാളികൾ എന്നെഴുതും? ആയതുകൊണ്ട് എ ബി കോമ ബി സി കോമ ഡി സി കോമ എ ഡി എന്നിവ എന്താ, വ്യാസം അല്ലെ? എന്നിവ വ്യാസങ്ങളായി വരയ്ക്കുന്ന വൃത്തങ്ങൾ ഓയിലൂടെ കടന്നു പോകും. കാരണം എന്താ? കാരണം അർദ്ധവൃത്തത്തിലെ കോൺ എന്താകുന്നു? അർദ്ധവൃത്തത്തിലെ കോൺ എന്താകുന്നു? മട്ടകോൺ. ആരും ഇല്ലേ? കേൾക്കുന്നില്ലല്ലോ? ആരൊന്നും മൂളണമൊന്നുമില്ലല്ലോ? പോയാ സകലണ്ണോ? അവസാനിപ്പിച്ച പരിപാടി? അതെ. നേരത്തെ തന്നതിൽ നിന്ന് വിഭിന്നമായിട്ട് കണ്ട, നേരത്തെ തന്നത് എല്ലാ സൈഡും ഒരേ നീളമാണെങ്കിൽ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ 2 സൈഡ് നീളം കൂടുതലാണ്. പക്ഷെ ആ 2 സൈഡ് ഒരേ നീളമാണ് കേട്ടാ. ഇതും സെയിം ആണ്, ഒരേ ലെങ്താണ്. അപ്പോ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞത് അതാണ് കണ്ട. ഈ 2 സൈഡ് കണ്ട, ഇത് അഡ്ജസന്റ് സൈഡ്, സമീപങ്ങളായിട്ടുള്ള അത് ഒരേ അളവാണെന്നാ പറയുന്നത്. അങ്ങനെ അവ ഒരേ അളവാണെങ്കിൽ നേരത്തെ പറഞ്ഞ നിയമം ഇതിനും ബാധകമാണെന്ന് തെളിയിക്കണം. ഇപ്പൊ നേരത്തെ പറയുമ്പോൾ നമ്മൾ ഒറ്റടിക്ക് നമ്മളങ്ങോട്ട് പറഞ്ഞു തെളിയിച്ചു. എന്ന് പറഞ്ഞു, ദ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്ന് പറയുന്ന ഒറ്റ വാക്ക് പറഞ്ഞു. ആ ഒറ്റ വാക്ക് തന്നെയാണ് അതിന്റെ ഉത്തരം, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ഇത്തരം സാധനങ്ങളൊന്നും നമ്മൾ 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലോ ഒന്നും പഠിച്ചിട്ടില്ല. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോംബസിന്റെ കാര്യത്തിൽ അതിന്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് വരച്ചു, നേരെ എഴുതി. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിന്റെ ഡയഗണൽസും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് നമ്മൾ തെളിയിക്കണം, പ്രൂവ് ചെയ്യണം. അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പൊ പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത് ഇതാ, ഇങ്ങനെയും വരയ്ക്കുന്ന വര 90 ഡിഗ്രിയിൽ കട്ടാവുന്നു നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് 90 ഡിഗ്രിയിൽ എന്താണ് കട്ടാവണം എന്ന് തെളിയിക്കണമെങ്കിൽ നോക്കുക, ഇവിടെ ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ, ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന്, മുകളിലും താഴത്തുള്ള ഈ ട്രയാങ്കിൾസ് കണ്ട ചെറുത്, ഇത് 2 ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ, അത് 2 ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ അപ്പോ ഈ 2 ആംഗിളും കറസ്പോണ്ടിങ് ആയി, തുല്യായി. പിന്നെ ഇത് ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡിയാണ്. രേഖീയ ജോഡിയാവുമ്പോൾ 2 കൂടി കൂട്ടുമ്പോൾ 150 ആണ്. അപ്പൊ 2 തുല്യമാവുമ്പോൾ ഓരോന്നും 90 വീതാവും. ഇത് 2ഉം ശരിയല്ലേ? അപ്പൊ ഇത് 2 നമുക്ക് അങ്ങനെ തെളിയിക്കാം. അല്ലാതെ ഈ 2 ത്രികോണങ്ങൾ തെളിയിച്ചാൽ മതി. അപ്പൊ ഈ 2 ത്രികോണങ്ങൾ തെളിയിക്കാനുള്ള സംഗതികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ അതില് ഒരു സംഗതി അവർ തന്നിട്ടുണ്ട്, ഈ സൈഡിന് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സംഗതി ഉണ്ട്. പിന്നെ ഒരു സംഗതി നമുക്ക് നോക്കിയാൽ അതിൽ കാണാം, ഇത് കോമൺ ആണ് ഈ സാധനം, അല്ലേ? ഇപ്പൊ 2 സൈഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഒന്നുകിലും 3ാമത്തെ സൈഡ് ഈക്വൽ ആണെന്ന് തെളിയിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഇടയിലുള്ള ആംഗിൾ ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അപ്പൊ അതില് ഇപ്പൊ ഈ 3ാമത്തെ സൈഡ് ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ നമുക്ക് അത് ഇരട്ടിപ്പണിയാണ്. അപ്പൊ ഇത് തെളിയിക്കാൻ ഇവിടെ ഒറ്റ നോട്ടത്തിന്റെ മാർഗമൊന്നും കാണാനില്ല. ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് തന്നിട്ടില്ല, ഇതും തന്നിട്ടില്ല, ഇതും തന്നിട്ടില്ല. ഇതിന് വേറെ മാർഗമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നുകില് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാല്, ഞാനിവിടെ എന്റെ ആശയം ഞാൻ പറയണട്ടാ. ഞാൻ പറയണത്, നമുക്ക് ആദ്യം ഒരു കാര്യം, ഈ 2 ആംഗിളും ഈക്വൽ ആണെന്ന് തെളിയിക്കാം. അതിനുശേഷം അപ്പൊ ഇത് 2 ഈക്വൽ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പറഞ്ഞൂടെ? അതായത് ആദ്യം ഈ 2 ആംഗിൾ ഈക്വൽ ആണെന്ന് നമ്മൾ തെളിയിക്കണം. അത് ഇവിടെ തന്നിട്ടില്ലല്ലോ അവര്.
ഈ വരയൊക്കെ നമ്മൾ വരച്ചതല്ലേ? അപ്പൊ ഈ വര വരച്ചപ്പോ ശ്രദ്ധിക്കുക, ഇത് 90 ഡിഗ്രി ആണെന്നാണ് ഇപ്പൊ നമ്മൾ തെളിയിക്കേണ്ടത്. അതാണ് നമ്മുടെ ആവശ്യം. ഇത് 90 ആണെന്ന് തെളിയിക്കാൻ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി. ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് തെളിയിക്കണമെങ്കിൽ നോക്കുക, ഇവിടെ നമുക്ക് ഇത് രണ്ടും ഓക്കെയാണ്, ഇതും ഓക്കെയാണ്. പക്ഷെ ഇത് നമുക്ക് തന്നിട്ടില്ല. തുല്യമാണെന്ന് പറയാൻ നേരിട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമുക്ക്, നമ്മൾ തെളിയിക്കണം. അപ്പോ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് തെളിയിക്കണമെങ്കിൽ ആദ്യം ഈ രണ്ട് ചെറിയ കോണുകൾ ഈക്വൽ ആണെന്ന് തെളിയിക്കണം. മനസ്സിലാവണ്ട? അപ്പൊ ഈ രണ്ട് കോണുകൾ ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ എന്താ മാർഗം? അതിനൊരു കാര്യം ചെയ്യുന്നു, ഞാൻ ഈ വരയും വരയും മാച്ചു, ഇതൊക്കെ മാച്ചു, എന്നിട്ട് ഈ നടുക്കിലത്തെ വര മാത്രം കണ്ട. ഇപ്പൊ മുകളിലും താഴത്തും ഒരു ത്രികോണം കിട്ടും. മുകളിലൊരു ത്രികോണം, താഴത്തൊരു ത്രികോണം. ഈ രണ്ട് ത്രികോണങ്ങളും തുല്യങ്ങളാണെന്ന് നമുക്ക് നിഷ്പ്രയാസം തെളിയിച്ചൂടെ? അപ്പൊ ഇത് രണ്ടും തുല്യങ്ങളാണെന്ന് തെളിയിക്കാൻ ഒരു പണിയില്ല. കാരണം ഇത് ഇതിന് ഈക്വൽ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇതിന് ഈക്വൽ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ നടുക്കിലുള്ളവരെ കോമൺ ആണെന്ന് നമുക്ക് പറയുകയും ചെയ്യാം. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസും SSS അനുസരിച്ച് ഈ രണ്ട് ട്രയാങ്കിൾസും എന്തായി? ഈക്വലായി. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആവുമ്പോൾ ഈ രണ്ട് ആംഗിൾ ഈക്വലായി. ആണോ? കാരണം കറസ്പോണ്ടിങ് ആംഗിൾ അല്ലേ, കറസ്പോണ്ടിങ് പാർട്സ് അല്ലേ? അങ്ങനെ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയാൽ പിന്നെ നമുക്ക് മറ്റേത് വരയ്ക്കാം. മനസ്സിലാവണ്ട? അപ്പോ എന്നിട്ട് പിന്നെ അതിലത്തെ ആ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ തെളിയിക്കണം. അവ രണ്ട് തെളിവുകൾ നമ്മൾ ഈ കണക്കിൽ നമ്മൾ തെളിയിക്കണം. കണ്ടാ, നേരത്തെ ഈ തെളിയിക്കലൊക്കെ ഒഴിവാക്കി ഒറ്റയടിക്ക് നമ്മൾ എഴുതുക ചെയ്തേ. കേൾക്കണ്ട? കാരണം അത് നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാരണം കൊണ്ട് നമ്മൾ നേരിട്ട് എഴുതി. ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ ഇതിപ്പോ തെളിയിക്കുകയാണ്. അപ്പോ ആദ്യം ഞാൻ ഇതിന് പേര് കൊടുത്തു, ABCD. പറയുന്നു ഇൻ ട്രയാങ്കിൾ ADC, ട്രയാങ്കിൾ ABC. എന്തൊക്കെയാ? AB ഈക്വൽ AD എന്താ ഗിവൻ തന്നിട്ടുണ്ട്. അതേപോലെ എന്താ CD ഈക്വൽ ടു CD ഈക്വൽ ടു DC. ബി അല്ലേ മുകളിൽ വന്നുള്ളത്? ഏതാ? ADC ആണ് അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ AD, ഇവിടെ AD വരും, ലെഫ്റ്റില് ADയും AB. ഓക്കെ, ABC രണ്ടാമതല്ലേ, ആ ഓർഡറിൽ തന്നെ എഴുതാം. AD ഇവിടെ എഴുതി, പിന്നെ CD DC. ഓക്കെ, അത് ഓക്കെ. അപ്പൊ ഇവിടെ എന്താ? BC, അതും ഗിവൻ. പിന്നെയോ AC ഈക്വൽ ടു AC, അതെന്താ? അത് കോമൺ അല്ലേ? Therefore triangle ADC equal to triangle ABC. എന്താ കാരണം? SSS അല്ലേ? അതെന്താ കാരണം? 3 sides are equal. അപ്പൊ അത് ഈക്വലായി. അപ്പൊ അങ്ങനെ ഈക്വൽ ആവുമ്പോ ആംഗിൾ DAC, നമ്മുടെ ആവശ്യം അതാണ്, DAC ഈക്വലായി ആംഗിൾ ഏതാ? BAC. കാരണം എന്താ? കറസ്പോണ്ടിങ് ആംഗിൾ. ഓക്കെ, ഇനി ഈ ഭാഗം, ഈ ചിത്രം ഞാൻ ഒന്നുകൂടി വരയ്ക്കാം ചോട്ടി, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാ. ABC D. ഞാൻ ഈ വിലങ്ങനെ ഒരു വര വരച്ചു, ആ ചിത്രം തന്നെ ഇങ്ങോട്ട് വരച്ചു. അതിലിപ്പോ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞുകൊണ്ട്, ഇത് രണ്ടും ഈക്വൽ ആണ്, ഇത് കോമൺ ആണ് അല്ലെ? അപ്പോ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടിയില്ലേ നമുക്ക്? അതായത് നമ്മൾ പറയുന്നു വീണ്ടും ഇൻ ട്രയാങ്കിൾ ഏതൊക്കെയാ? ഇവിടെ ഒന്ന് കൊടുത്തുട്ടാ, ഇവിടെ ഒരു പോയിന്റ് വിണ്ണു, അപ്പൊ അതിന് ഒന്ന് കൊടുത്തു. ട്രയാങ്കിൾ AUD, ട്രയാങ്കിൾ ഏതാ? AUB. അതിലേതൊക്കെയാ? ഇവിടെ നേരത്തെ തെളിയിച്ച സാധനം തന്നെ ആദ്യം ഞാൻ എഴുതി. ഈ തെളിയിച്ച സാധനം ഏതാ? ആംഗിൾ
DAO ഈക്വൽ ടു ആംഗിൾ BAO. സി എന്നുള്ളത് ഇനിയിപ്പോ സി എന്ന് എഴുതിയാലും വിരോധമില്ല, സി എന്ന് എഴുതിയ അല്ലേ. അല്ലെങ്കിൽ ഇത് ഓന്ന് എഴുതിയിട്ട് ഇവിടെ എഴുതിയ എന്ന് എഴുതിയാലും മതി. ആംഗിൾ DAC ഈക്വൽ ടു ആംഗിൾ BAC. ഇത് രണ്ടും സെയിം ആണ്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, മനസ്സിലാവുണ്ടോ? ഇനി വീണ്ടും ഈ പാഠത്തിൽ ദശകാണ് കേട്ടാ. സ്ലോവില് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, സംശയം വന്നാൽ ചോദിക്കുക. തെളിയിക്കുന്ന കണക്കൊന്നും പരീക്ഷയ്ക്ക് വരില്ല, പക്ഷെ പരീക്ഷയ്ക്ക് വരുന്ന കണക്ക് ചെയ്യണമെങ്കിൽ ഈ തെളിയിക്കലൊക്കെ ചെയ്ത് നമ്മൾ അതിലിങ്ങനെ പ്രാക്ടീസ് ആവണം. അപ്പോഴാണ് നമുക്ക് അവര് ചെയ്യാനുള്ള കണക്കുകളെ വരിക, സംഖ്യകളൊക്കെ ചെയ്യുന്ന കണക്കുകൾ. പക്ഷെ അത് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ കണക്കുകളൊക്കെ ചെയ്ത് നല്ല പ്രാക്ടീസ് വേണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല കേട്ടാ. ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് അത്. നോക്കുക. അപ്പൊ ആംഗിൾ DAO ആംഗിൾ BAO, അപ്പൊ അത് നമുക്ക് കിട്ടി. DAO BAO അത് കിട്ടി. ഇനി നമുക്ക് എന്തെന്ന് എഴുതാം? AD ഈക്വൽ ടു AB. AD ഈക്വൽ ടു എന്താ? AB. പിന്നെയോ AO ഈക്വൽ ടു AO. ഇതൊക്കെ എന്താ? ഇതൊക്കെ ഗിവൻ ആണ്. പറയൂ. ഇതാണോ? അത് ഇതാ ഇവിടെ എഴുതിയത്. ഈ സാധനം തന്നെ ഞങ്ങളുടെ അടുത്ത് എഴുതി. ഇതെന്തുകൊണ്ട് ശരിയായും ചോദിച്ചാൽ അതിന്റെ മറുപടി ഇതാണ്. ഇതും ഒന്നാണ്. ഏതാ? ഏത്? ഇതാണോ? അല്ല, എവിടെ? BAC. ഇതാ BAC കണ്ട ഈ ചിത്രം. ഇത് DAC കേട്ടാ. അവരവരെ കാര്യങ്ങൾ അവരവര് പറഞ്ഞോട്ടാ. ഞാൻ നേരത്തെ അതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കാര്യം നിങ്ങൾ വായ തുറന്ന് പറഞ്ഞാ നമ്മളത് പറഞ്ഞുതരും കേട്ടാ. നോക്ക, സമയം നമുക്കൊരു വിഷയമുള്ള കേസല്ല. ഇനി AD സമയം എന്താ? AB ഗിവൻ. AO സമയം എന്താ? AO. അതൊക്കെ ഓക്കെ. ഇപ്പൊ എന്തായി? ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആയി. ഏതൊക്കെ ട്രയാങ്കിൾ? ട്രയാങ്കിൾ AOD ഈക്വൽ ടു ട്രയാങ്കിൾ AOB. ട്രയാങ്കിൾ AOD ട്രയാങ്കിൾ AOBക്ക് ഈക്വലായി. എന്താ റീസൺ ചോദിച്ചാൽ SAS, രണ്ട് സൈഡ് ഈക്വൽ, പിന്നെ ഒരു ആംഗിൾ ഈക്വൽ. അങ്ങനെ വന്നാൽ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഏതൊക്കെയാ? ആരപ്പ ഈ നേരത്തൊക്കെ പറയണത്? അലീഷ. അലീഷ എവിടെ നിന്നാണാവോ? പരീക്ഷ എവിടുന്നാ ഈ നേരത്ത്? അതെ, കട്ടായ പിന്നെ വരുമ്പോ അങ്ങനെ ചോദിക്കില്ല, റിക്വസ്റ്റ് ചോദിക്കില്ല. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? വേറെ ഫോണെന്നാണോ? നോക്കുക. അപ്പൊ AOD ഈക്വൽ ടു അത് ഇങ്ങനെ വന്നു. ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആയി. അങ്ങനെ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആയ സ്ഥിതിക്ക് ശ്രദ്ധിക്കുക. എന്താ നമ്മൾ പറഞ്ഞിരുത്തി? ഈ രണ്ട് ആംഗിളും കണ്ട, നമുക്ക് വേണ്ടത് നമ്മുടെ ടാർഗറ്റിലേക്ക് നമ്മൾ വരിക. അതായത് ഈ ആംഗിൾ. ഏതൊക്കെ ആംഗിള്? ആംഗിൾ AOD ഈക്വൽ ടു ആംഗിൾ AOB. കാരണം എന്താ? കറസ്പോണ്ടിങ് പാർട്സ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇനി ആംഗിൾ AOD പ്ലസ് ആംഗിൾ AOB എന്താ ചോദിച്ചാൽ 180 ആണ്. എന്താ റീസൺ? ലീനിയർ പെയർ. എന്താ റീസൺ? ലീനിയർ പെയർ. Therefore ആംഗിൾ AOD ഈക്വൽ ടു ആംഗിൾ AOB ഈക്വൽ ടു എന്താകുന്നു? 90. അതെന്താ 90? ദാറ്റ് ഈസ് നമ്മൾ പഠിച്ചെന്താ?
the diagonals are the diagonals എന്താ പ്രത്യേകത? diagonals are perpendicular അല്ലേ? perpendicular ബൈസെക്ടർ എന്ന് പറയാൻ പറ്റില്ല. ഇത് ബൈസെക്ടറാ, ഈ രണ്ട് ആംഗിൾ ഇത് ബൈസെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് രണ്ടും തുല്യ നീളാണോ? അപ്പൊ ബൈസെക്ടർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയാൻ പറ്റില്ല, പെർപെൻഡിക്കുലേഴ്സ് എന്ന് പറയാം. നമുക്ക് ആർ പെർപെൻഡിക്കുലേഴ്സ് എന്നാ പറയാൻ പറ്റുള്ളൂ. പെർപെൻഡിക്കുലേഴ്സ്. നമ്മൾ നേരത്തെ എഴുതിയ അതേ വാചകം എ ബി കോമ ബി സി കോമ ഡി സി കോമ എ ഡി അല്ലെ? എ ബി കോമ ദ സർക്കിൾസ് ഡ്രോൺ, ദ circles drawn by taking ഏതൊക്കെയാ? എ ബി കോമ ബി സി കോമ ഡി സി ആൻഡ് എ ഡി as diameters are എന്താകുന്നു? are gone through ഇതിലൂടെ പോണത് ത്രൂ ഓ മതി. ഇനി വീണ്ടും അതിന്റെ കാരണം വീണ്ടും എന്താ എഴുതുക? എന്താ? ആംഗിൾസ് ഇൻ സെമി സർക്കിൾ ഈസ് എ ഐസോ എന്താ റീസൺ? ആംഗിൾ ഇൻ സെമി സർക്കിൾ. ഇതൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നേരത്തെ എഴുതിയ കാര്യങ്ങളാ, സെയിം കാര്യങ്ങളാ. സെമി സർക്കിൾ ഈസ് സെമി സർക്കിൾ ഈസ് ഐസോസെല. അതാരാ പറയണത്? 90 അല്ലേ? 90 ഡിഗ്രി. ഞാൻ പറയണത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നിങ്ങൾ പറയണത് ഞാൻ ശ്രദ്ധിക്കില്ല കേട്ടാ. ഓക്കെ, ഇത് ഫോട്ടോ എടുത്ത് അയക്കണ. ഫോട്ടോ എടുത്ത് അയക്കണം. അത്